ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മളിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിനകത്ത് MS വേർഡിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് സജസ്റ്റ് അതർ വേർഡ് വിത്ത് സിമിലർ മീനിങ് ടു ദ വേർഡ് യു ഹാവ് സെലക്ടഡ്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള വേർഡിന്റെ സിനോണിംസ് അല്ലെങ്കിൽ സിമിലർ മീനിങ് വരുന്ന വാക്കുകൾ സജസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തെസറസ് ആണ്. നമുക്കറിയാം അല്ലെ, തെസറസ് ആണ്. ഓക്കെ, തെസറസ് ഏത് ഗ്രൂപ്പിലാണുള്ളത്? റിവ്യൂ ടാബിനകത്ത് ഏതിനകത്താണ്? പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണുള്ളത്. അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്? ഷിഫ്റ്റ് F7 ആണ് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ. ഇനി ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടന്റ് മറ്റേതെങ്കിലും ഭാഷയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ സെൽഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന കണ്ടന്റ് അവിടെ ഇല്ല. റിസർച്ച് ഇതുപോലെ നമ്മളുടെ ഒരു ഡിക്ഷണറി കണക്ക് വാക്കുകൾ തിരയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഷോർട്ട് കട്ട് കീ ഓഫ് റിഡു. റിഡു എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിന്റെ ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? Ctrl+Y ആണ്. Ctrl+F എന്താണ്? ഫൈൻഡ് ആണ്. Ctrl+V എന്താണ്? പേസ്റ്റ് ആണ്. Ctrl+Y റിഡു ആണ്. Ctrl+S സേവ് ആണ്. ക്ലിയർ. ഇത്രയേ ഉള്ളൂ. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the font effect that lowers the selected text below the baseline and changes it to a smaller font size? അതായത് ഏത് ഫോണ്ട് എഫക്റ്റ് ആണ് നമ്മളുടെ സെലക്ടഡ് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് കുറച്ചിട്ട് ബേസ് ലൈനിന് താഴെ അറേഞ്ച് ചെയ്യുന്നത്? അപ്പം അതെന്താണ് കണ്ടന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? സബ്സ്ക്രിപ്റ്റ് ആണ് അല്ലെ. നോർമൽ ബേസ് ലൈനിന്റെ താഴെ ആയിട്ട് കണ്ടന്റുകൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുക. ബേസ് ലൈനിന് മുകളിലാണെങ്കിൽ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ് പറയുക. ക്ലിയർ. ഇനി വേർഡ് റാപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ് റാപ്പ് എന്ന് പറയുന്നത് എക്സലിലെ കണ്ടന്റ് ആണ്. ഒരു സെല്ലിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ലൈനിൽ കാണണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എക്സലിനകത്ത് വേർഡ് റാപ്പ് എന്ന് പറയുന്ന കണ്ടന്റ് ഉപയോഗിക്കുന്നത്. ചേഞ്ച് കേസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള കണ്ടന്റിനെ സെന്റൻസ് കേസിലോ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡിലോ ലോവർ കേസിലോ ഒക്കെ മാത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് കേസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കളർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ സെലക്ടഡ് ടെക്സ്റ്റ് ഓഫ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിനകത്ത് സെലക്ടഡ് ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിനകത്ത് ഏതാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമാറ്റിംഗ് ആണോ, ഷെയ്ഡിംഗ് ആണോ, ഫോണ്ട് കളർ ആണോ, ടെക്സ്റ്റ് ടു ഹൈലൈറ്റ് ആണോ? ഏതാണ് ഉപയോഗിക്കുക? ഷെയ്ഡിംഗ് ആണ് ഉപയോഗിക്കുക. ഇത് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഈ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടേം ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് സംതിങ്. അതിപ്പോൾ സെലക്ടഡ് ടെക്സ്റ്റ് ആവാം, ഫോണ്ട് ആവാം, പാരഗ്രാഫ് ആവാം, പേജ് ആവാം. ഓക്കെ, ചേഞ്ചിങ് അപ്പിയറൻസ് ഓഫ് എ സംതിങ് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് എ പേജ് ആണെന്നുണ്ടെങ്കിൽ അത് പേജ് ഫോർമാറ്റിംഗ് ആണ്. ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് എ പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അത് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ആണ്. ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് എ ടെക്സ്റ്റ് ആണെങ്കിൽ അത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്? അതിന്റെ നിലവിലുള്ള ആ അപ്പിയറൻസിൽ അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള അപ്പിയറൻസിൽ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് പ്രിന്റ് ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്തെന്നാണ് പറയുക? വേർഡ് പ്രോസസ്സേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, വേർഡ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് എന്നാണ് പറയുക. നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ടെക്സ്റ്റ് എഡിറ്റ്, വേർഡ് പ്രോസസ്സർ, അങ്ങനെയാണ് ടേംസ് ഉള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ഓർ സെറ്റ് മാർജിൻസ്. ഇങ്ങനെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് മാർജിൻസ് സെറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നത് ഏതാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഏതാണ്? പേജ് സെറ്റപ്പ് ആണ്. അറിയാലോ, പേജ് സെറ്റപ്പിനകത്ത് പോയാലാണ് മാർജിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഗട്ടർ എന്ന് പറയുന്നത് എന്താ? അഡീഷണൽ മാർജിൻസ് വെൻ പ്രിന്റിങ് അല്ലെ. അഡീഷണൽ മാർജിൻ ആണ്. നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് സൈഡിൽ വേണമെങ്കിൽ അഡീഷണൽ മാർജിൻ കൊടുക്കാം. എവിടേക്കാണ്? ലെഫ്റ്റും ടോപ്പും ആയിട്ടാണ് നമുക്ക് ഗട്ടർ മാർജിൻ കൊടുക്കുക. ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഏതാണ്? ലെഫ്റ്റ് ആണ്.
ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മളുടെ പേജ് ഇതാണ്. നമ്മളുടെ പേജിന് എന്താണ് 1 ഇഞ്ച് മാർജിൻസ് ആണ് എല്ലായിടത്തും ഉള്ളത് അല്ലെ. ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, അതുപോലെ തന്നെ ബോട്ടം, ഈ സൈഡിലൊക്കെ നമുക്ക് 1 ഇഞ്ച് മാർജിൻസ് ആണ് ഉള്ളത്. അപ്പൊ കുറച്ച് ഭാഗം, അതായത് പേപ്പർ എഡ്ജിൽ നിന്നും 1 ഇഞ്ച് മാറിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലെ. എല്ലായിടത്തു നിന്നും 1 ഇഞ്ച് മാറിയിട്ടാണ് ഡീഫോൾട്ട് ആയിട്ട് നമ്മളുടെ പേപ്പർ നിൽക്കുന്നത്. അപ്പോ നമ്മൾ കണ്ടന്റ് എഴുതി തുടങ്ങുന്നത് ഇവിടുന്നായിരിക്കും. അപ്പൊ പേപ്പർ എഡ്ജ് മുതൽ മാർജിൻ വരെയുള്ള ആ ബ്ലാങ്ക് സ്പേസിനെയാണ് നമ്മൾ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പേപ്പർ എഡ്ജ് മുതൽ മാർജിൻ വരെയുള്ള ആ ഒരു സ്പേസിനെയാണ് വൈറ്റ് സ്പേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ സാധാരണ സ്പേസ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാലക്സി ഓഫ് പിക്ചേഴ്സ്. പിക്ചേഴ്സിന്റെ ഗാലക്സി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നതിനകത്ത് താഴെ പറയുന്നതിൽ ഏതാണ്? സ്മോൾ ടൈനി ഇമേജസ് ഒക്കെ ഇതിലുള്ളത് ക്ലിപ്പ് ആർട്ടിലാണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ്? വിഷ്വൽ റെപ്രസെന്റേഷന് സഹായിക്കുന്നതാണ് സ്മാർട്ട് ആർട്ട് അല്ലെ. ഹൈറാർക്കി, പ്രോഗ്രസ്, ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ക്ലാസ് നമ്മളുടെ എന്താണ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി ബേസിക് ഷേപ്പ്, കോൾ ഔട്ട് സിമ്പിൾസ്, ബാനേഴ്സ്, അങ്ങനെയുള്ള ഷേപ്പിംഗ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണം, ഇപ്പൊ സർക്കിളോ റെക്ടാങ്കിളോ അല്ലെങ്കിൽ സ്റ്റാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഷേപ്പ് ഉപയോഗിക്കാം. ഇനി ഇൻസേർട്ട് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ്, വളരെ ആകർഷകമായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ വേർഡ് ആർട്ട് ഉപയോഗിക്കുക. ക്ലിയർ? അടുത്തത് നോക്കാം. ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ഫോർ സെലക്ടിങ് എ ഫുൾ ഡോക്യുമെന്റ്. ഫുൾ ഡോക്യുമെന്റ് സെലക്ട് ഓൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. സെലക്ട് ഓളിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എ. ഓക്കെ, കൺട്രോൾ എഫ് ഫൈൻഡ് ആണ്, കൺട്രോൾ എസ് സേവ് ആണ്, കൺട്രോൾ വി പേസ്റ്റ് ആണ്. ക്ലിയർ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡിവിഷൻ ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ്. ഈ ഒരു ചോദ്യം ടൈപ്പ് റൈറ്റർ ഭാഗത്തു നിന്ന് വരാം, അതുപോലെ തന്നെ വേർഡിൽ നിന്നും വരാം. ഓക്കെ, രണ്ടാണെങ്കിലും ഉത്തരം ഒന്ന് തന്നെയാണ്. സോ റൈറ്റ് ഡിവിഷൻ ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ്. ഒരു വാക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് നമുക്ക് അവിടെ ഹൈഫനേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് വേർഡിനകത്ത് പഠിക്കാനുണ്ട്. മാർജിനിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് വേർഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് നമ്മൾ ഈ വാക്ക് പഠിക്കുന്നതാണ്. ആൻഡ് ഈ വാക്കിന്റെ പേരാണ് സിലബിഫിക്കേഷൻ. ആ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, നമ്മളുടെ ഫോണറ്റിക്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഒരു വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നനുസരിച്ച് അതിനകത്ത് ഓരോ സിലബിൾസ് ഉണ്ട്. ആ സിലബിൾസിന്, ആ ശബ്ദമാണ് സിലബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സിലബിളിന്റെ അടിസ്ഥാനത്തിലാണ് സ്പ്ലിറ്റിംഗ് നടക്കുക. സോ റൈറ്റ് ഡിവിഷൻ ഓഫ് എ വേർഡ് ഇസ് നോൺ ആസ് സിലബിഫിക്കേഷൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്മോൾ റെൻഡറിംഗ് ഓഫ് ഈച്ച് പേജ് ഇൻ യുവർ ഡോക്യുമെന്റ് ഡിസ്പ്ലേഡ് ഇൻ എ സെപ്പറേറ്റ് പെയിൻ. ഇത് നമുക്ക് വേർഡിൽ നിന്നും ചോദ്യം വരാം, പവർ പോയിന്റിൽ നിന്നും ചോദ്യം വരാം. ഓക്കെ, വേർഡിൽ നിന്നും വരാം, അതുപോലെ തന്നെ പവർ പോയിന്റിൽ നിന്നും വരാം. രണ്ടും ഒന്ന് തന്നെയാണ് ഉത്തരം വരിക. അപ്പോൾ നമ്മളുടെ ആ ഡോക്യുമെന്റിന്റെ തന്നെ ഒരു മിനിയേച്ചർ പിക്ചർ ആയിട്ട് സൈഡില്, ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡില്. അപ്പൊ നമ്മളുടെ എടുത്തു വെച്ചിട്ടുള്ള ആക്റ്റീവ് പേജിന്റെ അല്ലെങ്കിൽ ഫുൾ ഡോക്യുമെന്റിന്റെയും ഇതുപോലെ തന്നെ മിനിയേച്ചർ വേർഷൻസ് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആ മിനിയേച്ചർ റെൻഡറിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? തംബ്നെയിൽസ് എന്ന് പറയാ. ക്ലിയർ? തംബ്നെയിൽസ് എന്ന് പറയുന്ന കണ്ടന്റ് അതാണ്. ഇനി ഡോക്യുമെന്റ് മാപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ വ്യൂ ആണ്. സ്ട്രക്ചറൽ വ്യൂ ആണ് ഡോക്യുമെന്റ് മാപ്പ്. ഇനി ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്, അങ്ങനെ അല്ലെങ്കിൽ സബ് ഡോക്യുമെന്റ്, മാസ്റ്റർ ഡോക്യുമെന്റ് എന്നുള്ള തരത്തിലുള്ള വ്യൂസ് കാണിക്കുന്നതാണ് ഔട്ട്ലൈൻ വ്യൂ. ക്ലിപ്പ് ആർട്ട് തന്നെ നമുക്ക് അറിയാലോ, ഗാലക്സീസ് ഓഫ് പിക്ചേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് നോക്കുക. വിച്ച് കമാൻഡ് യു മസ്റ്റ് യൂസ് ടു സേവ് എൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് ഇൻ എ ഡിഫറെന്റ് ഫോൾഡർ. ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സേവേഴ്സ് ആണ്. F12 ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഫോർ വ്യൂയിങ് ദ ഡോക്യുമെന്റ് ആസ് ഇറ്റ് വുഡ് ലുക്ക് ആസ് എ വെബ്. ഒരു വെബ് പേജ് പോലെ കാണുന്ന തരത്തിൽ ഡോക്യുമെന്റിന്റെ വ്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? വെബ് ലേഔട്ട് വ്യൂ. നമുക്ക് നോർമൽ വ്യൂ എന്ന് പറയുന്നത് 2000 വേർഷനിൽ ഇല്ല. പകരം നോർമൽ വ്യൂവിന് പകരം വന്നിട്ടാണ് നമ്മളുടെ പ്രിന്റ് ലേഔട്ട് വ്യൂ. ഇതാണ് നമ്മളുടെ ഡീഫോൾട്ട് വ്യൂ. ഓക്കെ, ഇനി ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് പോലെ കാണുന്നതാണ് കേട്ടോ. ടെക്സ്റ്റ് എഡിറ്റേഴ്സ് പോലെ കാണുന്നതാണ് ഡ്രാഫ്റ്റ് വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
ടു ഇൻസേർട്ട് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ഇൻ യുവർ ഡോക്യുമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതെല്ലാം. ഏതാണ് ഡെക്കറേറ്റീവ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് വേർഡ് ആർട്ട് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ദ വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് ഓഫ് എ ഡോക്യുമെന്റ്. ഇതൊരു ചോദ്യമാണ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് ക്ലാസ് ഞാൻ വേറെയും തരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ ഒന്നുകൂടെ ആയിട്ട് ഇത് മാത്രമായിട്ട് വേറെ ക്ലാസ് ഉണ്ടാവും. അത് ജനറൽ യൂട്യൂബിലുള്ള ക്ലാസ് ആയിരിക്കും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു ഡോക്യുമെന്റിലേക്ക് പേപ്പർ വെക്കുന്ന രീതി. ഇതിപ്പോ നമ്മുടെ പ്രിന്റർ ആണ്. ഈ പ്രിന്ററിന്റെ ആ പേപ്പർ വെക്കുന്ന ട്രേ ആണ് ഇത്. പേപ്പർ വെക്കുന്നത് ഹോം പ്രിന്റേഴ്സിലാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ഓഫീസ് ഉപയോഗത്തിൽ, വലിയ ബൾക്ക് പ്രിന്റിംഗ് അല്ല, സാധാരണ ഓഫീസ് ഉപയോഗത്തിലുള്ള പ്രിന്റിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പേപ്പർ വെക്കുന്നത്? പ്രിന്ററിനകത്ത് പേപ്പർ എപ്പോഴും വെക്കുന്നത് പോർട്രേറ്റ് രീതിയിലാണ്. ഒരു പ്രിന്ററിനകത്ത് പേപ്പർ വെക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? പോർട്രേറ്റ് രീതിയിലാണ്. ഇനി നമുക്ക് പ്രിന്റിനെ എങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യാം? വിഡ്ത്ത് വൈസും പ്രിന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ലെങ്ത് വൈസും പ്രിന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും പേപ്പർ ഇങ്ങനെയാണ് ഇരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ പേപ്പർ ഇരിക്കുക. ഇതിനകത്ത് വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ വിഡ്ത്ത് അല്ലേ. അപ്പം വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇതേ ഇങ്ങനെയാണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇങ്ങനെയുള്ള പ്രിന്റിംഗ് ആണ് വിഡ്ത്ത് വൈസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ലെങ്ത് വൈസ്, അതായത് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതാണ് വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ലെങ്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ. ഓക്കെ, അപ്പൊ എങ്ങനെ ഇരുന്നാലും പേപ്പർ പോർട്രേറ്റ് രീതിയിലാണ് ഇരിക്കുക. വിഡ്ത്ത് വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ വരച്ചേക്കുന്ന രീതി നോക്കുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇതാണ് വിഡ്ത്ത് വൈസ്. ലെങ്ത് വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ലെങ്ത് വൈസ്. അപ്പൊ നോക്കുക, ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം. ലെങ്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വിഡ്ത്ത് വൈസിലാണ് നമ്മൾ പ്രിന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലാൻഡ്സ്കേപ്പ് പ്രിന്റിംഗ് എന്ന് പറയും. ലെങ്ത് വൈസ് ആണെങ്കിൽ അതെന്താണ്? പോർട്രേറ്റ് ആണ്. ക്ലിയർ ആണോ? വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ്, നമ്മളിപ്പം ഒരു പേപ്പർ തന്നെ രണ്ട് തരത്തിൽ പ്രിന്റ് എടുക്കുമല്ലോ. ഇങ്ങനെ എഴുതി വരുന്നത്, അതായത് ഒരു പേപ്പർ നമുക്ക് ഇങ്ങനെ പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും, ലാൻഡ്സ്കേപ്പ് എന്ന് പറയും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് വിഡ്ത്ത് വൈസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇങ്ങനെ വരച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് സംശയം വന്നത്. ഓക്കെ, ലെങ്ത് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടണം. അതായത് ഇപ്പൊ പറയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഒരു പ്രിന്റ് എടുക്കാൻ പോണേ. ഇങ്ങനെ എഴുതിയേക്കുക, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്നൊക്കെ എഴുതിയേക്കുക. ഇതാണ് വിഡ്ത്ത് വൈസ്. അപ്പൊ ഇവിടുന്ന് പ്രിന്റിന് ഓരോ ലൈൻ പ്രിന്റർ ആണെങ്കിലും ക്യാരക്ടർ പ്രിന്റർ ആണെങ്കിലും അതിന്റെ സെറ്റിംഗ് എപ്പോഴും എങ്ങനെയാണ്? പേപ്പർ പോർട്രേറ്റിൽ ഇരിക്കും. ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വിഡ്ത്ത് വൈസ് പ്രിന്റിങ് വരണമെന്നുണ്ടെങ്കിൽ പേപ്പർ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക അല്ലെ. അപ്പോൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതി പോണം. മനസ്സിലായോ? ഇനി ലെങ്ത് വൈസ് ആണെങ്കിൽ പേപ്പർ ഇങ്ങനെ വരും. സോറി, ഇവിടെ വരച്ചത് ശരിയാകത്തില്ല. നോക്കിയേ, ഇവിടെ നമ്മൾ എഴുതുകയാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കണ്ടോ? അപ്പൊ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതി പോണം. മനസ്സിലായോ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിഡ്ത്ത് വൈസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ലെങ്ത് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർട്രേറ്റ് ആണ്. ഇതിന്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഞാൻ തരാം കേട്ടോ. ഇതിനടുത്തത് നോക്കുക, വിച്ച് കോമ്പിനേഷൻ കീസ് ആർ യൂസ്ഡ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ് പേജ് അറ്റ് കറന്റ് പൊസിഷൻ, അല്ലെങ്കിൽ കറന്റ് കഴ്സർ പൊസിഷൻ. കഴ്സർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തൊട്ട് ഒരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എൻറ്റർ. ബാക്കിയുള്ള ഷോർട്ട് കട്ട് ഒന്നും ഇല്ല കേട്ടോ. കൺട്രോൾ എൻറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് വേർഡ്, ക്യാരക്ടർ, പാരഗ്രാഫ് ആൻഡ് ലൈൻസ് ഇൻ ദ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിനകത്ത് എത്ര നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, ലൈൻ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? വേർഡ് കൗണ്ട് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഉടനെ തന്നെ അയക്കുന്നതാണ് കേട്ടോ. ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട്, എന്നാലും നോക്കാം. ഇനി അടുത്തത് നോക്കുക. വാട്ട് കീ സ്ട്രോക്ക് കോമ്പിനേഷൻ ക്യാൻ യു യൂസ് ഫോർ ഇൻസേർട്ടിംഗ് എൻഡ് നോട്ട് ഇൻ യുവർ ഡോക്യുമെന്റ്. നിങ്ങളുടെ ഡോക്യുമെന്റിനകത്ത് എൻഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഷോർട്ട് കട്ട് വരുന്നത് ഓൾട്ട് കൺട്രോൾ ഡി ആണ്. ഫുട് നോട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ആണ്
ഓൾട്ട് കൺട്രോൾ എഫ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇതിന്റെ ഡീറ്റെയിലിംഗ് ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് പോയിട്ട് റെഫർ ചെയ്യുക കേട്ടോ. ചെയ്ത വീഡിയോസ് തന്നെ പിന്നെയും ചെയ്യണ്ടല്ലോ. ഇനി അടുത്തത് നോക്കുക, MS Word എന്താണ്? ഇത് സിമ്പിൾ ആണ്. ഇത് PYQs ആണ്, എപ്പോഴും വരുന്ന ചോദ്യമാണ്. ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിനകത്ത് വരിക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുക. ആന്റിവൈറസ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിനെ മലീഷ്യസ് ആക്ടിവിറ്റീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും സ്കാൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആന്റിവൈറസ് ഉപയോഗിക്കുന്നത്. വൈറസ് എന്താണ്? നമ്മളുടെ സിസ്റ്റത്തിനെ ത്രട്ടനിങ് ചെയ്യുന്ന മലീഷ്യസ് പ്രോഗ്രാംസിനെയാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറ്റൽ ഇൻഫർമേഷൻ റിസർച്ച് അണ്ടർ സീജ് എന്നുള്ളതാണ് വൈറസിന്റെ ഫുൾ ഫോം. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കുക, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദി ഓപ്പൺ ഡയലോഗ് ബോക്സ്? ഓക്കെ, ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ആ ഡയലോഗ് ബോക്സ് എടുക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു ഷോർട്ട് കട്ട് നമുക്കറിയാം, അത് കൺട്രോൾ O ആണ്. പക്ഷെ ഇവിടെ എന്തില്ല? കൺട്രോൾ O ഇല്ല. അപ്പൊ നമ്മളുടെ ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ F12 ആണ്. ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് അല്ല, കൺട്രോൾ F12 ആണ് ഷോർട്ട് കട്ട്. അപ്പൊ രണ്ട് ഷോർട്ട് കട്ട് ഓപ്പണ് വേണ്ടി പഠിച്ചു വെക്കുക, കൺട്രോൾ O അതുപോലെ തന്നെ കൺട്രോൾ F12. ക്ലിയർ? അടുത്തത് നോക്കുക, ഇത് MS വേർഡിലെ കാര്യമാണ് പറയണത് എന്നും കൂടെ ആലോചിക്കണം. സ്പെഷ്യലി മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധം വരുന്നുണ്ടെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ പറയുന്നതാണ്. ഇനി സ്റ്റാർട്ട് ഫയൽ ഓഫ് MS വേർഡ് എന്നുള്ള രീതിയിലും ചോദ്യമുണ്ട്, അതുപോലെ തന്നെ ഈ രീതിയിലും ചോദ്യമുണ്ട്. അപ്പോൾ MS വേർഡിന്റെ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? winword.exe. സ്റ്റാർട്ട് ഫയലുകള് അതിന്റെ എക്സ്റ്റൻഷൻ, സ്റ്റാർട്ടർ ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .exe എന്നുള്ളതായിരിക്കും. എക്സിക്യൂട്ടബിൾ ഫയൽ എന്നുള്ളതാണ് അതിന്റെ എക്സിക്യൂട്ടബിൾ ഫയൽ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. .exe. സ്റ്റാർട്ടർ ഫയലുകളൊക്കെ .exe ഫോർമാറ്റിലുള്ളതായിരിക്കും. വേർഡിൻ്റെത് winword.exe. എക്സലിൻ്റെത് excel.exe. ഇനി പവർ പോയിന്റിൻ്റെത് powerpnt.exe. ഇത് 3 പഠിച്ചു വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, a strip of buttons across the top of the main window in MS Word is known as എന്താണ്? സ്ട്രിപ്പ് ഓഫ് ബട്ടൺ. ബട്ടൺ ഒക്കെ ആരുടെ ഭാഗമാണ്? ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി എഴുതാം, റിബൺ. മാത്രമല്ല ഈ പറയുന്ന മെനു ബാറും ടൂൾ ബാറും ഒക്കെ 2003 വേർഷനിലാണ്. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ കുറവായിരിക്കും, ഇല്ല എന്ന് തന്നെ പറയാം. സോ നമ്മളുടെ ആൻസർ വരുന്നത് റിബൺ ആണ്. പിന്നെ സ്റ്റാറ്റസ് ബാർ നിങ്ങൾക്ക് അറിയാലോ, ബോട്ടം സൈഡിൽ ആ ഒരു ഡോക്യുമെന്റിന്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പൊ അതല്ല, അപ്പൊ ബട്ടൺസ് എന്തായാലും ഉള്ളത് എവിടെയാണ്? റിബണിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ടു ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഇൻ MS Word വി ക്യാൻ യൂസ് ദ ഷോർട്ട് കട്ട് കീ. Alt F ആണോ? കൺട്രോൾ D, കൺട്രോൾ F? ഏതാണ്? കൺട്രോൾ D ആണ്. കൺട്രോൾ D ആണ് ഉപയോഗിക്കുക. കൺട്രോൾ ഷിഫ്റ്റ് Fഉം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫോണ്ട് ഡയലോഗ് ബോക്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വേർഡ് ആർട്ട് ഇസ് അവൈലബിൾ ഓൺ. വേർഡ് ആർട്ട് എവിടെയാണുള്ളത് എന്നാണ് ചോദിച്ചേക്കുക. എവിടെയാണ്? ഇൻസേർട്ടിനകത്താണ്. അപ്പോൾ വേർഡ് ആർട്ട് എന്നൊക്കെ പറയുന്നത് അഡീഷണൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ഒരു നോർമൽ ഡോക്യുമെന്റിന് വേണ്ട, ഒന്നും കൂടെ എഫിഷ്യന്റ് ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കണ്ടന്റുകളാണ്. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ നിന്നാണ്. ഇവിടെയാണ് നമുക്ക് ആരൊക്കെ ഉള്ളത്? ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ക്ലിപ്പ് ആർട്ട് ഉണ്ട്, സ്മാർട്ട് ആർട്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസേർട്ടിനകത്താണ് വരുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, MS Word contain built-in paragraph format called. MS Wordനകത്ത് built-in paragraph and font options ഉണ്ട്. ഇവിടെ പാരഗ്രാഫ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന് പകരം ഫോണ്ട് ഫോർമാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? സ്റ്റൈൽസ് ആണ്. ക്ലിയർ? ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് നോർമൽ ആണ്. ക്ലിയർ ആണല്ലോ. ഇതിനടുത്ത് നോക്കുക, the character spacing is available on dash dialog box. ഇത് വളരെ ഡീപ്പ് എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ സാധാരണ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ റാങ്ക് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡെഫിനിഷൻ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടേത് നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ട് ഡയലോഗ് ബോക്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ക്യാൻസൽ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് അവിടെ നിന്നും ഡീപ്പായിട്ട് വന്നതാണ്. ഇത് ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്താണ് ഉള്ളത്.
ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് 2 ടാബ് ഉണ്ട്. ഓക്കെ, ഫോണ്ട് ഡയലോഗ് ബോക്സ് നമ്മൾ Ctrl+D ഉപയോഗിച്ചിട്ടാണ് എടുക്കുക. അതിനകത്ത് 2 ടാബ് ഉണ്ട്. അതിനകത്ത് ഒന്നിന്റെ പേരാണ് ഫോണ്ട്, രണ്ടാമത്തെ പേരാണ് ക്യാരക്ടർ സ്പേസിംഗ്. ഈ ക്യാരക്ടർ സ്പേസിംഗിൽ 3 വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. 33%, 100%, അതുപോലെ തന്നെ 200%. ഓക്കെ, 33% എന്ന് പറയുന്നത് മിനിമം ക്യാരക്ടർ സ്പേസിംഗ് ആണ്. 200% എന്ന് പറയുന്നത് മാക്സിമം ക്യാരക്ടർ സ്പേസിംഗ് ആണ്. 100 എന്ന് പറയുന്നത് ഡീഫോൾട്ട് ക്യാരക്ടർ സ്പേസിംഗ് ആണ്. ക്ലിയർ? ഓക്കെ, ഇതിനടുത്തത് നോക്കാം. പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഏതാണ്? സ്പെൽ ചെക്ക്. സ്പെൽ ചെക്ക് ഈ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എവിടെയാ വരുന്നത്? നമുക്ക് എവിടെയാണ്? ഹോം ടാബിലാണ്. സ്പെൽ ചെക്ക് എവിടെയാ? റിവ്യൂ ടാബിലാ. അപ്പൊ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്പെൽ ചെക്ക് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ അല്ല. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് എ സ്ക്രീൻ ടിപ്പ്? സ്ക്രീൻ ഞാൻ പെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ വാട്ട് ഇസ് എ സ്ക്രീൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന ഓപ്ഷനിൽ നോക്കിയേ, നമ്മൾ പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നതിനെയാണ് നമ്മൾ സ്ക്രീൻ ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് എ മൗസ് പോയിന്റർ വെൻ ഡ്രോയിങ് എ ടേബിൾ ഇൻ MS വേർഡ്? MS വേർഡിലെ ടേബിൾ എടുക്കുന്ന സമയത്ത് വരയ്ക്കാനായിട്ട് നമ്മൾ പെൻസിൽ സിമ്പിൾ ആയിട്ടായിരിക്കും പോയിന്റർ മാറുന്നുണ്ടാവുക. In a document, you can label a graphics or a part of a graphics by inserting a caption. Caption ആണ് അതിന് നമ്മൾ ഉപയോഗിക്കുക. നമ്മളുടെ റെഫറൻസ് ടാബിനകത്താണ് അതുള്ളത്. ഓക്കെ, അത് പഠിക്കുക. ഇതിനടുത്തത് in MS Word you can force a page break. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ്? നമ്മൾ കഴ്സർ അപ്രോപ്രിയേറ്റ് പൊസിഷനിൽ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ കീ, എൻ്ററിന്റെ വേറെ പേരാണ് കേട്ടോ റിട്ടേൺ കീ എന്ന് പറയുന്നത്. സോ കൺട്രോൾ റിട്ടേൺ ആണ് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കറണ്ട് പോയി. സോ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഹറിബറി ആയിട്ട് പറഞ്ഞതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.